വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി അടുത്തൊരു സിനാരിയോ വരുന്നത് നമ്മൾ ആപ്ലിക്കേഷനിലൊക്കെ പേജിനേഷൻ ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് വരും. അതായത് നമ്മൾക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റാസ് കംപ്ലീറ്റ് ഒറ്റയടിക്ക് നമ്മൾ ഫെച്ച് ചെയ്തിട്ട് ഒരു സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, പെർഫോമൻസിനെ ബാധിക്കും. ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ മില്യൺസോ ഒക്കെ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെർവർ ഡൗൺ ആവും. സെർവറിന് അത്രയും ഡാറ്റ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ടൈം എടുക്കും. ടൈം ഔട്ട് വരും. നമ്മുടെ സെർവറിന്റെ ടൈം ഔട്ട് റിക്വസ്റ്റ് ടൈം ഔട്ട് ആവും. പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഡാറ്റ കൊണ്ടുവന്നിട്ട് യൂസർ ഇത്രയും ഡാറ്റ ഒറ്റയടിക്ക് കാണാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. അവർ ആകെ നോക്കുന്നത് 10-15 റെക്കോർഡ് മാത്രമേ നോക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നോക്കണമെന്ന് സ്ക്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേജിനേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജിനേഷൻ. എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ സെറ്റ് ഓഫ് ഡാറ്റാസ് നിങ്ങൾ കാണിക്കും. പേജിനേഷൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. പെർഫോമൻസിനെ, നിങ്ങളുടെ സെർവറിന്റെ ആ ഒരു ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റും കൂടും. നിങ്ങൾക്ക് അത്രയും വലിയ ക്വറീസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സെർവറിന്റെ കോസ്റ്റും കൂടും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പേജിനേഷൻ ചെയ്യണം. പേജിനേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലിമിറ്റ്. അതായത് നിങ്ങളൊരു ക്വറി ലിമിറ്റ് ചെയ്യാണ്. അതായത് ഇത്രയും റെക്കോർഡ് മാത്രം മതി എന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യുന്നതിനാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ടോപ്പ് സ്കോർസ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. അതിൽ 5 റെക്കോർഡ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയാണ് ആ ടോപ്പ് സ്കോറിലുള്ള നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ട് സ്കോറിനെ ബേസ് ചെയ്ത് ഓർഡർ ചെയ്യും. എന്നിട്ട് അതിൽ തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ, എന്നിട്ട് അതിലുള്ള 3 റെക്കോർഡ് മാത്രം മതി നമുക്ക് എന്ന് പറയാണ്. ഏറ്റവും കൂടുതൽ സ്കോറുള്ള 3 റെക്കോർഡ് കാണിക്കാൻ വേണ്ടി പറയാം. അപ്പൊ എന്താ ചെയ്യും? സെലക്ട് സ്റ്റാർ ഫ്രം ടോപ്പ് സ്കോർസ്, ഓർഡർ ബൈ സ്കോർ ഡിസെൻഡിങ്, അതായത് കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക്. എന്നിട്ട് എന്താ ലിമിറ്റ് ചെയ്യാണ്, ലിമിറ്റ് 3. അപ്പൊ 100ന്റെ 2 ആൾക്കാരുണ്ട് അതെടുത്തു. പിന്നെ അടുത്ത വലുത് ഏതാണ്? 94 ആൾ, അതും കൂടെ എടുത്തു. അപ്പൊ അതിന്റെ ഐഡി നോക്കിയാൽ കാണാം 1 to 5 ആണ്. അപ്പൊ 3 റെക്കോർഡ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുള്ള 3 റെക്കോർഡ് നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാ കണ്ടീഷൻസും നമുക്ക് ജോയിൻ ചെയ്ത് ചേഞ്ച് ചെയ്ത് പോയി. ഓർഡർ ബൈയും പിന്നെ അതേപോലെ ലിമിറ്റും ഒരുമിച്ച് ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കും. ഇവിടെ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേർ കണ്ടീഷനും കൂടെ കൊടുക്കാം. വേർ കണ്ടീഷൻ ആകുമ്പോൾ ഓർഡർ ബൈന്റെ മുമ്പാണ് വേർ കണ്ടീഷൻ കൊടുക്കാം. MySQL ലിമിറ്റ് യൂസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ലിമിറ്റ് ചെയ്ത് പറയാണ് 3 റെക്കോർഡ് മതി എന്നുള്ള പറയാണ്. ഇതിന്റെ കൂടെ തന്നെ ഓഫ്സെറ്റ് കൂടെ കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ പേജിനേഷൻ ചെയ്യുമ്പോൾ എവിടെ മുതൽ എവിടെ വരെ എന്നുള്ള പറയണം. അതായത് ആദ്യത്തെ പേജിൽ നമ്മൾ 0 സ്കിപ്പ് ചെയ്യേണ്ട എത്രയാണ്? 0 റെക്കോർഡ്സ് സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് 3 റെക്കോർഡ് കാണിക്കണം. അല്ലെങ്കിൽ 10 10 റെക്കോർഡ്, 3 റെക്കോർഡാണ് ഒരു പേജിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 0,3 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ആദ്യത്തെ 3 എടുക്കാന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് ആദ്യത്തെ ഈ കണ്ടീഷൻ മാച്ച് ആവുന്ന ആദ്യത്തെ 3 റെക്കോർഡ് കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് ആദ്യത്തെ പേജിൽ ഓൾറെഡി 3 കാണിച്ചിട്ടുണ്ട്. ആ 3 സ്കിപ്പ് ചെയ്ത് അടുത്ത 3 വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 3 എന്നിട്ടു. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത ഇത് മാച്ച് ആവുന്ന 3 റെക്കോർഡ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ മാച്ച് ആവുന്ന 2 റെക്കോർഡുകൾ, ആ 2 റെക്കോർഡ് കിട്ടി. ഇനി അടുത്ത പേജിലേക്ക് ഈ 3 എന്നുള്ള എന്താവും? നമ്മൾ 2 പേജിൽ 3 കാണിച്ചു. അപ്പൊ 6 നമുക്ക് സ്കിപ്പ് ചെയ്യണം. അടുത്ത പേജ് ഉണ്ടെങ്കിൽ പേജിനേഷൻ എങ്ങനെ ആയിരിക്കും? 6 എന്നായിരിക്കും ഉണ്ടാവും. അപ്പൊ ആ പേജിനേഷനും പെർ പേജ് എന്നുള്ള കൗണ്ടും ഏത് പേജ് ആണോ, നമ്മൾ ഫസ്റ്റ് പേജ് ആണെങ്കിൽ എന്താണ് 0 എന്ന് പറഞ്ഞെടുക്കുക. 0 ഇൻറ്റു പെർ പേജ് എത്ര? 3. അപ്പൊ അത് 0 വരും. രണ്ടാമത്തെ പേജിന് -1 കൊടുത്തിട്ട് 1 എന്ന് എടുക്കുക. 1 ഇൻറ്റു 3. അപ്പൊ അവിടെ 3 ലിമിറ്റ് ഓഫ്സെറ്റ് 3 ആയിരിക്കും. ഇങ്ങനെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടും കൊടുക്കാം. കോമ സെപ്പറേറ്റഡ് അല്ലാതെ നിങ്ങൾ പറയാണ് ലിമിറ്റ് 3 ഓഫ്സെറ്റ് 3, അങ്ങനെയും കൊടുക്കാം. ഒന്നുകിൽ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് 3 ഓഫ്സെറ്റ് 3. ഓഫ്സെറ്റ് 3 എന്ന് പറയുമ്പോൾ ഈ ഒരു 3 റെക്കോർഡ് സ്കിപ്പ് ചെയ്യണം, എന്നിട്ട് അടുത്ത് തന്നാൽ മതി എന്നുള്ളത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ലിമിറ്റ് പേജിനേഷന് വേണ്ടിയിട്ട് ലിമിറ്റും ഓഫ്സെറ്റും ഉപയോഗിക്കുന്നത്.